ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നമ്മൾ ഇന്ന് ഒരു പാറ്റേൺ വെട്ടണത് ക്രോസ് കട്ട് ബ്ലൗസും ഒറ്റ ടക്സുമാണ് വരുന്നത്. അപ്പം ഞാൻ ആ ഒരു ഒറ്റ ടക്സിലെ ഒരു ബ്ലൗസാണ് ഇപ്പം ഞാൻ ഇട്ടേക്കണത്. ക്രോസ് പീസാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പറിലാണ്. അപ്പം എപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ വെച്ച് വരച്ച് എടുത്ത് കട്ട് ചെയ്യണതായിരിക്കും ഏറ്റവും ഭംഗി. അപ്പം ഞാൻ ഇട്ടേക്കുന്നത് അങ്ങനത്തെ ഒരു ബ്ലൗസ് തന്നെയാണ്. ക്രോസ് കട്ട് ചെയ്തത് 40 ഇഞ്ച് വേണമൊക്കെ ആൾക്കാർ ക്രോസ് കട്ട് ബ്ലൗസ് ഇട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ കട്ട് ചെയ്യണ വീഡിയോ പേപ്പറിൽ, അതായത് ഒരു പാറ്റേൺ ആണ് കട്ട് ചെയ്യണ വീഡിയോ നമുക്കൊന്ന് കാണാം. ന്യൂസ് പേപ്പറിൽ ഞാൻ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്തപ്പോൾ എൻ്റെ ഇറക്കം ഞാൻ ഇന്നത്തെ 13.5 ഇഞ്ചാണ് ഇട്ടേക്കണത്. അതിനുശേഷം ഇത് വണ്ണം നമ്മുടെ 10 ഇഞ്ചും തയ്യൽ തുമ്പും കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഷോൾഡർ എനിക്ക് 5.5 അതുമാരെ നമ്മുടെ കഴുത്തിൻ്റെ അകലം 3 എടുത്തേക്കണത്. അപ്പം ഇങ്ങനെയാണ്. പിന്നെ കഴുത്തിൻ്റെ താഴത്തെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 9 എടുത്തേക്കണത്. അപ്പം മുകളിൽ നിന്ന് 3 ഇഞ്ചും താഴേന്ന് 3.5 ഇഞ്ചും കൂടി ഇട്ടിട്ടാണ് ഇതുപോലെ ഒരു കഴുത്ത് ഞാൻ വെട്ടിയെടുത്തേക്കണത്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം സാധാരണ. അപ്പം അതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വരച്ച് എടുത്തിട്ടുണ്ടല്ലോ. ഇനി മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഈ ഒരു ഷീറ്റിലേക്ക് നമ്മൾ വരച്ചെടുത്തേക്കണത് കണ്ട. ഇനി ഇവിടെ നിന്നും താഴേക്ക്, മുകളിൽ നിന്നും താഴേക്ക് ഒരു 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ മുകളിൽ നിന്ന് താഴെയായിട്ടുള്ള മെയിൻ ടക്സിൻ്റെ ഇറക്കം 9.5. അത് ഏറ്റവും മുകളിൽ നിന്നാകുമ്പോൾ നമ്മൾ 10 എടുക്കണം. 1/2 ഇഞ്ച് നമ്മുടെ മുകളിലെ തയ്യൽ തുമ്പ് പോകും. അങ്ങനെ. അപ്പം ഞാനതൊന്നും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് നിബിൾ ടു നിബിളിൻ്റെ ഒരു അളവുണ്ട്. അത് ഇവിടെയാണ്. അപ്പം അതിവിടെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് ഇവിടെയൊക്കെ അടയാളപ്പെടും. അപ്പം എനിക്ക് 3.5 4 ഇഞ്ച് നമ്മുടെ ഇവിടെ സ്റ്റിച്ചിന് വേണ്ടി ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. അതായത് പടി ഹുക്കും പിടിപ്പിക്കാനുള്ളത്. അപ്പം അങ്ങനെ ഞാൻ എടുത്തപ്പോഴത്തേക്കും ഞാൻ ഇവിടേക്ക് ഒരു 3.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നിന്ന് നേരെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് വരച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ ഈ ടക്സിൻ്റെ വണ്ണം അത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തോട്ടും ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തോട്ടും അങ്ങനെ 3 ഇഞ്ചാണ് ഇതിൻ്റെ ഇത്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കണ്ട. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു നമുക്കൊരു ടക്സ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പടി ഇതുള്ള നമ്മുടെ ഇറക്കം, ആ ഇറക്കത്തിൽ നിന്നും ഒരു 1.5 ഇഞ്ച് താഴേക്ക് മാറ്റി ഒന്ന് വരച്ചിട്ട് അതൊരു ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. ഈ ലൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആദ്യം വരച്ച ലൈൻ, അതായത് നമ്മുടെ ആദ്യത്തിൻ്റെ ബാക്ക് വെച്ച് വരച്ചൊരു ലൈൻ ഉണ്ടല്ലോ അടിയിൽ, അവിടെ നിന്നും മുകളിലേക്ക് ഒരു 3.25 ഇഞ്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെയാണ് 3.25 ഇഞ്ച്. അതുപോലെ ഇവിടെ ഈ സൈഡിൽ നിന്നും ഒരു 3.25 ഇഞ്ച് ഇപ്പുറത്തോട്ടും വെക്കുക. വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടി വരച്ചെടുക്കണം. ഇതുപോലെ കണ്ട വരച്ചു. ഇനി നമ്മുടെ ഈ ഒരു മെയിൻ ടക്സ് ഉണ്ടല്ലോ 3 ഇഞ്ചിൻ്റെ, അതിൻ്റെ ബാക്കി തുണി നമ്മൾ ഇവിടെ കാണണം, ഈ ഒരു ഭാഗത്ത് കാണണം. അതെങ്ങനെ കാണുമെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ടേപ്പ് പിടിച്ച് കഴിയുമ്പോൾ ഈ നമ്മുടെ ഇവിടെ ഒരു ടക്സിൻ്റെ വര വന്നിട്ടില്ലേ 3 ഇഞ്ചിൻ്റെ, അവിടെ വരുമ്പോൾ നമ്മുടെ എത്രയാണ് അപ്പം 3.25 ഉണ്ട്. ആ 3.25 കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിവണ്ണത്തിൻ്റെ ഇറക്കം 7.25 ആ 7.25 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ 7.25 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടക്സ് പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി വേണമല്ലോ ഇവിടെ തയ്യൽ തുമ്പ്. ആ തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ കാണണം. എന്നിട്ട് അതിങ്ങനെ കൂട്ടി വരച്ചിട്ട് ഇവിടെ നിന്ന് അപ്പോൾ മുകളിൽ നമുക്ക് കശക്കുഴയുടെ ടക്സ് ഇല്ലാത്ത കാരണം അവിടെ നമ്മൾ പ്രത്യേകിച്ച് തുണി കാണണ്ട. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു വര. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ
നെക്കാണ് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വൈഡ് വേണോ അല്ലെങ്കിൽ എത്ര ഇറക്കം വേണോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആ തീരുമാനം അനുസരിച്ചിട്ട് നിങ്ങൾ വരച്ച് ഇട്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ വരച്ച് വെട്ടിയെടുക്കണം. അതായത് തുണിയിലോട്ട് വെട്ടുമ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ. ഈ പാറ്റേൺ വെച്ച് തുണിയിൽ വെട്ടിയെടുക്കണമെങ്കിൽ ഒരുപാട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഒരു പേപ്പറിൽ വരച്ച് വെട്ടിയിട്ട് നമ്മുടെ തുണിയിലോട്ട് വെച്ച് വരച്ച് കട്ട് ചെയ്യുക. ഞാനപ്പോൾ ഈ എല്ലാ ഭാഗവും നിങ്ങൾ കട്ട് ചെയ്ത് കാണിച്ചു തരണം കേട്ടോ. അതുപോലെ നിങ്ങൾ സ്ഥിരമായി തയ്ക്കുന്ന ആളുകളുടെ പാറ്റേൺ വെട്ടി വെക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ക്രോസ് പീസ് കണ്ടോ. ഇനി ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ നിന്ന് മടക്കി അടിച്ചു കഴിയുമ്പോൾ പോകും. അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതിങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കിട്ടണതെന്ന് വെച്ചാൽ ഇത് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് നമുക്ക് ഈ പേപ്പർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഞാൻ. അപ്പോൾ ഒന്ന് നോക്കിയേ കണ്ട, ഞാൻ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടും ഉണ്ട് അവിടെ നിന്ന്. നോക്കൂ കണ്ട, ക്രോസ് പീസ് ഒറ്റ ടാക്സിൻ്റെ 1 ടാക്സ് ക്രോസ് പീസിൻ്റെ ഒരു പാറ്റേണാണിത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര മാത്രം ചെയ്യുക. ആദ്യം നമ്മൾ പേപ്പറിൽ പാറ്റേൺ വെട്ടുക, അതിനുശേഷം തുണിയിലോട്ട് വെട്ടുക. ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ